എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുലർച്ചെ, അതായത് ഇന്നത്തെ ഡേറ്റിൽ പറയുമ്പോൾ ഏപ്രിൽ 10 വെള്ളിയാഴ്ച. ഇന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ നിത്യപൂജ കഴിഞ്ഞ ശേഷം ഒന്ന് താമ്പൂല പ്രശ്നം വെച്ച് നോക്കി. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് തെളിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഈ താമ്പൂല പ്രശ്നങ്ങൾ വയ്ക്കാറുള്ളൂ. ആ പ്രകാരം അങ്ങനെ ഒരു താമ്പൂല പ്രശ്നം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ വെച്ചത്. ഈ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകിട്ട് തമിഴ്നാട്ടിൽ ഒരു പ്രശസ്തനായ ജ്യോത്സ്യൻ പറഞ്ഞത്, വരും ദിവസങ്ങളിൽ 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില അത്ഭുതങ്ങൾ അവർക്ക് സംജാതമാകും. അദ്ദേഹത്തിൻ്റെ രാശിഫലത്തിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചതാണ്. അതങ്ങനെ തന്നെ അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അദ്ദേഹം എൻ്റെ വാട്സാപ്പിലേക്ക് ഈ പറഞ്ഞ ഈ ഗ്രഹങ്ങളുടെ ഗോചരങ്ങൾ, ആ പൊസിഷൻ കൃത്യമായി അടയാളപ്പെടുത്തി എനിക്ക് ഇങ്ങോട്ട് വാട്സാപ്പിലേക്ക് അയച്ചു തന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രഹനില കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം പറയുന്നത് അടിസ്ഥാനമുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. എന്നാലും ഇത് ഏത് നക്ഷത്രക്കാർക്കാണ് സംഭവിക്കുന്നത്, അവർക്ക് എന്താണ് ഇത് പ്രകാരം സംഭവിക്കാൻ പോകുന്നത്, ആ സംഭവ വികാസങ്ങൾ കൊണ്ട് അവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇതിൽ പറയാൻ പോകുന്നത് പോലെ രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു വെഞ്ചർ അവർക്ക് എങ്ങനെയാണ് തുറന്നു കിട്ടാൻ പോകുന്നത്, ഈ പറഞ്ഞ ഈ 3-4 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പുലർച്ചെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയത്ത് ഈ താമ്പൂല പ്രശ്നം ഒന്ന് വെച്ച് നോക്കിയത്. അപ്പോൾ അതിൽ കണ്ട വിവരങ്ങൾ പ്രകാരം ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ ഇത് ഒരാഴ്ചയ്ക്കുള്ളിലാകാം, അല്ലെങ്കിൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ആയേക്കാം. അതിനൊരു പക്ഷേ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയുടെ വ്യത്യാസങ്ങൾ നിമിത്തം ഈ പറഞ്ഞത് അല്പം കൂടി നീണ്ടുപോയേക്കാം. അങ്ങനെ നീണ്ടുപോയാലും പരമാവധി 21 ദിവസങ്ങൾക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത്, നിങ്ങൾ 7 നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ പൊട്ടും തന്നെ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഏതാണെന്നറിയാം. അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്നും അറിയാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ധനവാനായി മാറാൻ പോകുന്നത്, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ അതീവ സന്തുഷ്ടനായി മാറാൻ പോകുന്നത് എന്നെല്ലാം നിങ്ങൾക്കിതിലൂടെ നിശ്ചയമായും അറിയാൻ സാധിക്കും. ഏറ്റവും ആദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങൾക്കാണ് തീരുമാനമുണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമായി പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരാൻ പോകുന്നതെന്നുള്ള ആ ഒരു സൂചനയും നിങ്ങൾക്ക് തരാം. ഒന്നാമത്തേത്, അപ്രതീക്ഷിതമായി കയ്യിൽ ധനം വന്നു ചേരും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പിന്നാലെ പറയാം. 2, അപ്രതീക്ഷിതമായി നിങ്ങളൊരു സുഹൃത്തിനെ കണ്ടുമുട്ടും. അത് നിങ്ങളുടെ ഒരു പ്രണയ പങ്കാളിയാകാം, അല്ലെങ്കിൽ ദീർഘകാലമായി നിങ്ങളുമായി വഴക്കിട്ട് നടന്ന നിങ്ങളുടെ ആ ഒരു ഉത്തമ സുഹൃത്താകാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിതിരിച്ചു വിടുന്ന ആ ഒരു അഭ്യുദയകാംക്ഷി, അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ച ആ ഒരു പ്രതിപുരുഷൻ എന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആ ഒരു വ്യക്തിയുമാകാം. ഇനി മൂന്നാമത്തേത്, വളരെ വലിയൊരു രോഗം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ച് അതിൽ ദുഃഖിച്ച് നടക്കവേ അങ്ങനെ ഒരു രോഗം നിങ്ങൾക്കില്ല എന്ന് മെഡിക്കൽ പരിശോധനയിൽ തെളിയുന്നതാണ്. അവർ പക്ഷേ ഈ പറഞ്ഞതുപോലെ അല്ല സംഭവിച്ചതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും മിറാക്കിളാകാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവ വികാസമായിരിക്കും ഇതിൽ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതും വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നതും. ആ 7 നക്ഷത്രക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വരും ദിവസങ്ങളിലെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി സൂചിപ്പിക്കാം. ഇന്ന് ഏപ്രിൽ മാസം 10 ഈ വരുന്ന ഏപ്രിൽ 14, 15 തീയതികളിൽ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പൂജകളുടെ ഒരു കൂട്ടമാണ് ഈ പറഞ്ഞ ഉദയാസ്തമന പൂജ. അതായത് ഉദയം മുതൽ അസ്തമനം വരെയാണ് ഈ പൂജ
ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും തലേ ദിവസത്തെ അത്താഴ പൂജ മുതൽ ഈ ദിവസത്തെ അത്താഴ പൂജ വരെ, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സമയക്രമമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ പൂജയ്ക്ക് ഏകദേശം നിങ്ങളിത് നേരിട്ട് ക്ഷേത്രത്തിൽ ചെയ്യിക്കുകയാണെങ്കിൽ 1,00,000 രൂപ വരെ ഇതിന് ചാർജ് വരും. ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായി ഇതിൽ പങ്കെടുക്കാം. കാരണം ഏകദേശം 5,000-ഓളം ആളുകളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തിയാണ് ഈ പൂജ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗജന്യമായി നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കും. മാത്രവുമല്ല, ഈ പൂജയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാനായാൽ സർവ്വവിധ ഗ്രഹദോഷങ്ങളും നിങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും അകന്നു പോകും. അതുപോലെ തന്നെ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോധ്യമാവുകയും ചെയ്യും. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ചില വെളിപാടുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഉദയാസ്തമന പൂജയിൽ പേര് ചേർക്കാത്തവർ ആണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ മെസ്സേജ് ബോക്സിൽ തന്നാൽ അത് പൂജയുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ, അതായത് ഈ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പകർത്തിയെടുക്കാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ ശരി, ഇനി നമുക്ക് ഇന്ന് പുലർച്ചെ താമ്പൂല പ്രശ്നം വെച്ചപ്പോൾ അതിൽ അത്ഭുതകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് ക്രമമായി പറയാം. ഒന്നാമതായിട്ട് കിട്ടിയിരിക്കുന്നത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്താണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ പോലെ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേത് ജോലി സ്ഥലത്താണെങ്കിലോ അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളികളിൽ നിന്നോ ആ ഒരു സന്തോഷ വാർത്ത തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. അതായത് ഒരു പക്ഷേ ഫോൺ വഴിയായിരിക്കാം ഈ മെസ്സേജ് എത്തുന്നത്. അതായത് നിങ്ങൾ അവിചാരിതമായി മുൻപ് ചെയ്ത ആ ഒരു കാര്യം അവർക്ക് വലിയൊരു സാമ്പത്തിക നേട്ടത്തിന് വഴിതെളിച്ചു. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രത്യുപകാരം നിങ്ങൾക്ക് അവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കാം ഉപഹാരങ്ങൾ നിങ്ങളെ തേടി വരുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു യാത്രക്കിടയിലോ അല്ലെങ്കിൽ വീടിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചോ നിങ്ങൾ അവിചാരിതമായി ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ച ആ ഒരു ഉറ്റ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വഴികാട്ടിയോ ആയേക്കാം ഈ വ്യക്തി എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു കണ്ടുമുട്ടലിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിക്ക് അതോടുകൂടി പരിഹാരമാകും. ഇനി മൂന്നാമത്തെ നക്ഷത്രം പുണർദ നക്ഷത്രം. പുണർദ നക്ഷത്രക്കാർക്ക് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലോ അതെങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ വ്യക്തമായി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായി വിൽക്കാൻ വെച്ചിരുന്ന ഭൂമിക്ക് നല്ലൊരു കസ്റ്റമറെ നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചില പരാമർശങ്ങൾ നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വലിയൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി നാലാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഇതൊരു ദൈവീകമായ ഇടപെടൽ പോലെയായിരിക്കും അനുഭവപ്പെടുക. പറയാൻ കാരണം, നിങ്ങളൊരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഭക്തിപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിലോ വളരെ പെട്ടെന്നായിരിക്കും ആ മാറ്റം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തേത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് സാധാരണ ജീവിതത്തിലെ ഒരു തിരക്കിനിടയിൽ, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേഗത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ ഭാഗ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേർന്നേക്കും. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചന്തയിൽ പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയോ അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഒരു പുതിയ വരുമാന മാർഗം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് ചേർക്കുന്നതായിരിക്കാം. അതോടുകൂടി ഇതുവരെ അടഞ്ഞു കിടന്ന പല വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രംഗം കണ്ട് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോകും. ഇനി അടുത്തത് ആറാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായ കാര്യങ്ങൾക്കായിട്ട് സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഓഫീസുകളിലോ നിങ്ങൾ കയറി ഇറങ്ങുന്ന ആ ഒരു വേളയിലായിരിക്കും
ഈ പറഞ്ഞതുപോലെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നത്. അതായത് കാലാകാലങ്ങളിലായിട്ട് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന ഏതെങ്കിലും ഫയലുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പേപ്പേഴ്സോ അത് ആരെങ്കിലും ശരിയാക്കി നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നതായിരിക്കും. അതുവഴി വലിയൊരു ധനലാഭം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉറപ്പായിട്ടും വന്നെത്തുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം ഇറക്കി വയ്ക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇനി 7ാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയുള്ള ഒരു സന്ദേശമായിരിക്കും ഭാഗ്യം കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ വളരെ സാധാരണമായിട്ട് എല്ലാ ദിവസവും പോലെ അലക്ഷ്യമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എത്തുന്നു ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ സന്ദേശമോ. അതെങ്ങനെ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കാം ഈ ഒരു മിറാക്കിൾ വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് നിങ്ങൾ പണ്ട് നടത്തിയ ചെറിയൊരു നിക്ഷേപമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അന്ന് നിങ്ങൾ നൽകിയ വലിയൊരു സംഖ്യയോ, അത് ഇപ്പോൾ കടം കൊടുത്തതാകാം അല്ലെങ്കിൽ പെർമനൻ്റായിട്ട് കൊടുത്തതുമായിരിക്കാം. അപ്പോൾ ആ ഒരു തുക നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വളരെ ഒരു ക്രിറ്റിക്കൽ പ്രതിസന്ധിയിലിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് മടക്കി അയച്ചു തരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ 7 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് അല്പസ്വല്പ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. പറയാൻ കാരണം നിങ്ങൾ ജനിച്ച സ്ഥലം, ജനിച്ച തീയതി, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഉച്ചനീചാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും ദൃശ്യമായേക്കും. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിഷുക്കാലം അഡ്വാൻസായി നേരുന്നു. നന്ദി, നമസ്കാരം.